സുഹൃത്തുക്കളെ, ഞാനിന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ ഗോവിന്ദപുരത്താണ്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് വേണ്ടി വന്നതാണ്. കല്യാണത്തിനല്ല, കല്യാണം 29-ാം തീയതിയാണ്. ഇന്ന് ഡിസംബർ 20-ആണ്. ഇന്നിപ്പോൾ ചില ചടങ്ങുകൾ, മംഗളകരമായ ചടങ്ങുകളൊക്കെ കൂടെ നടക്കുന്നുണ്ട്. ആ ചടങ്ങ് എന്താണെന്ന് കാണാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. അപ്പം ഇത് ഈ ചടങ്ങുകൾ നടത്തുന്ന ചേട്ടനാണ്. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ബാലകൃഷ്ണൻ. പറശ്ശിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിനടുത്താണ് താമസം. ഞാൻ പറശ്ശിമടപ്പുര മുത്തപ്പൻ ക്ഷേത്രത്തിൽ പാരമ്പര്യമായിട്ട് 10-50 വർഷക്കാലമായിട്ട് മുത്തപ്പൻ കെട്ടിയാടുന്ന കോലധാരിയാണ്. ഇതിൻ്റെ ചടങ്ങുകൾ നടത്തുന്നതിൻ്റെ ഇത് ഈ വീടുകളിൽ വെച്ചിട്ടും മുത്തപ്പനെ ക്ഷണിക്കാറുണ്ട്. വീട് എടുക്കുമ്പോൾ മുത്തപ്പനെ അപേക്ഷിക്കും. തടസ്സമില്ലാണ്ട് വീട് പൂർത്തിയായാൽ മുത്തപ്പനെ കെട്ടിയാടിച്ചോളാണ്. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുത്തപ്പനെ ക്ഷണിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്തും മുത്തപ്പനെ വീട്ടിൽ വെച്ചിട്ട് കെട്ടിയാടിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. എപ്പോഴാണ് പരിപാടി തുടങ്ങുക? വെള്ളാട്ട് തുടങ്ങി 4:30 മണിക്ക് മുത്തപ്പനെ കെട്ടിയാടും. എത്ര സമയം ഉണ്ടാവും? അത് ഇവിടെ കൂടിയ ഭക്തന്മാർക്ക് ദൈവത്തെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ സമയമുണ്ടാവും. അവരോടൊക്കെ ദൈവം കാണുകയും അനുഗ്രഹം കൊടുത്തതിന് ശേഷം മാത്രമേ മുത്തപ്പൻ്റെ മുടി അഴിക്കൂ. നന്ദി ചേട്ടാ. ഹായ് സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ സുഹൃത്ത് ഇതാണ് കുമരേശേട്ടൻ. കുമരേശേട്ടൻ്റെ മോളെ കല്യാണം 29-ാം തീയതിയാണ്, ഡിസംബർ 29-ന്. ഇന്ന് 20-ാം തീയതിയാണ്. ചില മംഗളകരമായ ചില കാര്യങ്ങളൊക്കെ അവിടെ നടക്കേണ്ടത് പറഞ്ഞാൽ അതിനാണ് എന്നെ ക്ഷണിച്ചത്. ഇന്ന് നേരത്തെ പറഞ്ഞല്ലേ, ചേട്ടനെല്ലാം വിവരിച്ചില്ലേ? ഇനി കുമരേശേട്ടൻ പറയൂ, വിവരിക്കാമോ നിങ്ങളുടെ അനുഭവങ്ങളെ? ഇത് ഈ വീടിൻ്റെ ഐശ്വര്യം തന്നെ മുത്തപ്പൻ്റെതാണ്. അപ്പോൾ മുത്തപ്പൻ കെട്ടണമെന്നൊരു ആഗ്രഹമായിരുന്നു. അതാണ് മുത്തപ്പൻ കെട്ടുന്നത്. കാരണം ഒരു കല്യാണം നല്ല ചടങ്ങ് നടക്കുമ്പോൾ മുത്തപ്പൻ കെട്ടുന്നത് ഏത് വീടിനും ഐശ്വര്യമാണ്. അതാണ് മുത്തപ്പൻ കെട്ടുന്നത്. ഇത് കോലം കെട്ടുന്നവർ ഉണ്ടാക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പീഠമാണ്, മുത്തപ്പൻ്റെ പീഠമാണ്. അതിനുശേഷം ബലക്ഷേട്ടൻ അവർക്ക് പല നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. പൂജാമുറി എങ്ങനെ ആയിരിക്കണം, അവിടെ എന്തായിരിക്കണം എന്നെല്ലാം കുമരേശേട്ടനും അവരെ ഭാര്യക്കും. ഞാൻ അവരെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പീഠം ഒന്നും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തു, ഉള്ളിൽ നിന്നെടുത്തു. സുഹൃത്തുക്കളെ, ഈ മുത്തപ്പനായുള്ള ബന്ധപ്പെട്ട പ്രസാദം എന്താ അറിയോ? കടലയാണ്. കടല പുഴുങ്ങിയത്. ഇതാ ചേച്ചി എനിക്ക് തരികയാണ് കടല പുഴുങ്ങിയത്. സുഹൃത്തുക്കളെ, ഇവരാണ് ആള്, നമ്മളെ വധു. കല്യാണം നടക്കാൻ പോകുന്ന 29-ാം തീയതി. ഒന്ന് പരിചയപ്പെടുത്തും സ്വന്തം തന്നെ. പേര് തനിഷ്മ കുമരേശൻ. ന്യൂട്രലിവ് ഡയറ്റ് ക്ലിനിക്കാണ് എൻ്റെ സ്ഥാപനം. എൻ്റെ കല്യാണമാണ് 29-ാം തീയതി. ഇന്നിപ്പം മുത്തപ്പൻ്റെ അനുഗ്രഹമാകുമ്പോൾ ഓക്കെ, ശരി. ബാലകൃഷ്ണനും മകനും പിന്നെ അവരുടെ കൂടെയുള്ളവരും ചേർന്ന് എങ്ങനെയാണ് ശരീരത്തിലെല്ലാം ഈ കോലം കെട്ടുന്നതെന്ന് നോക്കാം. അതിഗംഭീരമായ രീതിയിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് എല്ലാം ഇവർ ചെയ്യുന്നത്. അവരെങ്ങനെയാണ് ഈ ശരീരത്തിൽ ഇങ്ങനെ വരച്ചുണ്ടാക്കുന്നതെന്ന് എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ ശരിക്കും അതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ എല്ലാ ഭാഗവും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ചില വീഡിയോസ് എല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുതലിനെ കൊണ്ട്.
ഇവിടെ കുമരേശേട്ടൻ അതിവിശാലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. വിശാലമായ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. പിന്നെ നല്ല ഫുഡാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വൈകുന്നേരം എല്ലാവർക്കും സ്നാക്സ് കഴിക്കാൻ ലൈവായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങാനുള്ള ക്യൂ ആണ്. ഒരുപാട് ആൾക്കാർ മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങി ചെറിയൊരു ദക്ഷിണയും കൊടുത്തു. അപ്പോൾ സുഹൃത്തുക്കളെ, എൻ്റെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ നിങ്ങളെ സാന്നിധ്യം അറിയിക്കാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.